ഈ പരസ്പരം റൗണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്ന ഒരു പരിപാടിയാണ്. എനിക്കിതിനകത്ത് യാതൊരു റോളും ഇല്ല. നിങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് മാജിക്കൽ കാർഡ് തരുന്നത് പോലെ ഒരു കാർഡ് തരിക എന്നുള്ളതാണ്. സോ ഈ എൻവലപ്പിനകത്ത് എൻ്റെ കയ്യിൽ ഓരോ കാർഡുകളുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ വേഗ, ദിസ് ഈസ് യുവർ കാർഡ്. ലിബ്ര, ഒരാൾ വന്നു കഴിഞ്ഞ ശേഷം ഈ കാർഡ് മേടിക്കാം. യാ, ആൻഡ് സിറിയസ്, ദിസ് ഈസ് യുവർ കാർഡ്. ലൈറ, ദിസ് ഈസ് യുവർ കാർഡ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കാർഡ് കവർ, എൻവലപ്പ്, ആ എൻവലപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റൊരു കാർഡ് ഉണ്ടാവും, ഒരു എൻവലപ്പ് ഉണ്ടാവും. ഓപ്പൺ ചെയ്യാം. രണ്ടെണ്ണത്തിനകത്ത് റെഡ് ഉണ്ട്, രണ്ടെണ്ണത്തിനകത്ത് പച്ചയുണ്ട്. ഇപ്പോൾ 2 ചുവപ്പ് അവിടെയുണ്ട്, 2 പച്ച ഇവിടെയുണ്ട്. ഞാൻ ശരിക്കും മാജിക് കാണിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇനിയാണ് നിങ്ങളുടെ ഊഴം. നിങ്ങളുടെ ഊഴം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻവലപ്പിനകത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. വെയിറ്റ്, ഞാൻ പറയട്ടെ. ക്വസ്റ്റ്യൻസ് ആദ്യം 2 റെഡ് കിട്ടിയിട്ടുള്ള ആളുകൾ തമ്മിൽ ആദ്യം മത്സരിക്കും. അതിനുശേഷം 2 പച്ച കിട്ടിയിട്ടുള്ള ആളുകൾ പിന്നീട് മത്സരിക്കും. ഓക്കെ, ഈ റെഡ് എൻവലപ്പിനകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് 5 ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻസിലെ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വയം സെലക്ട് ചെയ്യാം. അതായത് അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവണം എന്നുള്ള മനഃപൂർവ്വം ധാരണയോടുകൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. അപ്പോൾ ഈ റെഡും മത്സരിക്കും. അതായത് സിറിയസും ലിബ്രയും തമ്മിൽ മത്സരിക്കും, വേഗയും ലൈറയും തമ്മിൽ മത്സരിക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉത്തരം മറുഭാഗത്തുള്ളവർ പറയണം. അഥവാ അവരുടെ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉത്തരം പറയാനുള്ള സാധ്യതയുണ്ട്. ഉത്തരം ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് മറ്റുള്ളവർ ഉത്തരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് 10 മാർക്കും, അഥവാ അവർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കുമായിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധ്യമാണോ? അപ്പോൾ ആദ്യം മത്സരം വരുന്നത് ലിബ്രയും സിറിയസും തമ്മിലാണ്. സോ ആര് ഓപ്പൺ ചെയ്യണം? സോ യു ക്യാൻ ഓപ്പൺ. ലിബ്ര ഓപ്പൺ ചെയ്യാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാത്രം കാണുക. അതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉറുദു സാഹിത്യത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ തത്ത എന്നീ പേരുകളിൽ പ്രസിദ്ധനായ കവി ആര്? തെറ്റാണ്. അമീർ ഖുസ്രു. അമീർ ഖുസ്രു ആണ്. ഓക്കെ, പെർഫെക്റ്റ് ആൻസർ ആണ്. അമീർ ഖുസ്രു ആണ്. ലിബ്രയ്ക്കാണ് 5 മാർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓൾറൈറ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. തുർക്കിയുടെ തലസ്ഥാനം ഏതാണ്? നിങ്ങൾക്ക് പറയാം. ലിബ്ര. ഇസ്താൻബുൾ. ഏതാണ്? ഇസ്താൻബുൾ. ഉത്തരവും തെറ്റാണ്, നിങ്ങളുടെ ഉത്തരവും തെറ്റാണ്. ഏതാണ്? അങ്കാറയാണ്. ഇപ്പോൾ 2 ടീമിനും മാർക്കില്ല. ചോദ്യം ചോദിച്ചവർക്കും മാർക്കില്ല, ഉത്തരം പറയേണ്ടവർക്കും മാർക്കില്ല. അതുകൊണ്ട് 2 പേർക്കും മാർക്കില്ല കേട്ടോ. 0 ആണ് 2 പേർക്കും. മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം. ലിബ്ര. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ച് അനേക ലക്ഷങ്ങളെ കൊന്നൊടുക്കി. ഈ ദുരന്തത്തെ അതിജീവിച്ചവർ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഹിബാകുഷ. പെർഫെക്റ്റ് ആൻസർ ആണ്. ഹിബാകുഷ എന്ന് പറയുന്നത് ജാപ്പനീസ് ഭാഷയാണ് അല്ലേ? ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് 10 മാർക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് ചോദിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് കവർ ഓപ്പൺ ചെയ്യാം. ഈ തവണ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലിബ്രയെ മുട്ടുകുത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ലിബ്ര മുട്ടുകുത്താൻ വേണ്ടി തയ്യാറാവരുത്. ലിബ്ര ജയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കോണം. ചോദ്യം അവരുടെ കയ്യിലാണ്. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പേസ് മേക്കർ എന്ന ഉപകരണം ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. കറക്റ്റാണ്. ആൻസർ കറക്റ്റാണ്. സോ യു ഗോട്ട് 10 മാർക്സ്. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ദി ടൈം മെഷീൻ എന്ന ശാസ്ത്ര നോവൽ രചിച്ചതാര്? സ്റ്റീഫൻ ഹോക്കിംഗ്. തെറ്റാണ്. ആരാണെന്നറിയാമോ? അറിയില്ല. നിങ്ങൾക്ക് 2 പേർക്കും മാർക്ക് ഇല്ല കേട്ടോ. തെറ്റാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് H.G. വെൽസ് ആണ്. മൂന്നാമത്തെ ചോദ്യം. മണികർണിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. ആരാണിവർ? ഝാൻസി റാണി. നിങ്ങൾക്കറിയാമോ ഉത്തരം? എന്താണ്? ഝാൻസി റാണി. അപ്പോൾ ഝാൻസി റാണിയാണ്. പെർഫെക്റ്റ്. സോ യു ഗോട്ട് 10 മാർക്സ്. പെർഫെക്റ്റ്. സോ നിങ്ങളുടെ ആ വിഭാഗം കഴിഞ്ഞു. ഇനി നിങ്ങളാണ് തമ്മിൽ മത്സരിക്കുന്നത്. പച്ചയും തമ്മിൽ മത്സരിക്കുന്നു. സോ ആദ്യം ചോദിക്കാനുള്ള സാധ്യത ഞാൻ ലൈറയ്ക്ക് തരുന്നു. സോ നിങ്ങൾ എൻവലപ്പ് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ എൻവലപ്പ് ഓപ്പൺ ചെയ്യരുത്. സോ ചോദ്യം ചോദിച്ചു തുടങ്ങാം. ആദ്യം ഒന്നാമത്തെ ചോദ്യം. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ കണ്ടെത്തിയതാര്? ഗലീലിയോ ഗലീലി. അല്ല. ഉത്തരം തെറ്റാണ്. ഉത്തരം പറയാം. ജോഹനാസ് കെപ്ലർ.
ജോഹന്നസ് കെപ്ലറാണ് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ കണ്ടെത്തിയത്, ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ കണ്ടെത്തിയത്. സോ യു ഗോട്ട് 5 മാർക്സ്. ഓക്കെ, ചോദ്യം 2. സിറിയൻ തലസ്ഥാന നഗരി ഏതാണ്? ഡമസ്കസ്. ഡമസ്കസ്. ശരിയാവുന്ന സമയത്ത് സന്തോഷിക്കുക വേണ്ടത്. ശരിയാണെന്ന് പറഞ്ഞ് വിഷമിക്കുകയല്ല വേണ്ടത്. പെർഫെക്റ്റ് ആൻസർ ആണ്. എന്തായാലും വേഗയ്ക്ക് 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ചോദ്യം 3ാമത്തെ ചോദ്യമാണ്. ചോദിക്കാം. ദ വൈറ്റ് ടൈഗർ എഴുതിയതാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തരം തെറ്റാണ്. ഉത്തരം നിങ്ങൾ പറയണോ? അരവിന്ദ് അടികയാണ് ആൻസർ. അരവിന്ദ് അടികയാണ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ്. അരവിന്ദ് അടികയാണ് രചിച്ചത്. സോ ലര, യു ഗോട്ട് 5 മാർക്സ് കേട്ടോ. ഓക്കെ, ഇനി വീണ്ടും അവസരം നിങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്. വേഗ കവർ ഓപ്പൺ ചെയ്യാം. ആദ്യത്തെ ചോദ്യം. നേപ്പാളിന്റെ തലസ്ഥാനം? കാഠ്മണ്ഡു. നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു. പെർഫെക്റ്റ് ആൻസർ. യു ഗോട്ട് 10 മാർക്സ്. ചോദ്യം 2. മധ്യേഷ്യയിൽ നിന്ന് 1500 BC-യോട് അടുത്ത കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ജനവിഭാഗം ഏത്? ആര്യന്മാർ. പെർഫെക്റ്റ് ആൻസർ ആണ്. അഗൈൻ യു ഗോട്ട് 10 മാർക്സ്. ഓക്കെ, വേഗം 3ാമത്തെ ചോദ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പഴവർഗ്ഗം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പഴവർഗ്ഗം ഏതാണ്? വാഴപ്പഴം. വാഴപ്പഴം ആണോ? നിങ്ങൾക്കറിയില്ലേ ഉത്തരം? ആണ്. അറിയില്ലേ? ആണ്. ആണ് ആണ് സംശയമില്ല. ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓൾറൈറ്റ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. പരസ്പരം എന്ന് പറയുന്ന റൗണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും അതുപോലെ തന്നെ കുസൃതികളുമായിട്ട് രസകരമായിട്ട് മുന്നോട്ട് പോയി. ഇപ്രാവശ്യത്തെ എല്ലാ റൗണ്ടുകളും ചേർത്ത്, എല്ലാ സെഗ്മെൻറ്റുകളും ചേർത്ത് ടോട്ടൽ കിട്ടിയിട്ടുള്ള മാർക്കാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർക്കും പ്രത്യേകം താല്പര്യമുണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ നിങ്ങളെ കണ്ട് നിങ്ങളോട് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാർക്ക് എത്രയാണെന്ന് പറയാൻ എനിക്കും താല്പര്യമുണ്ട്. ഞാനും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ. ഒരുപാട്. സോ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് വേഗയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 50 മാർക്കാണ് ടോട്ടൽ. ലിബ്രയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 75 മാർക്സ്, 75 മാർക്ക്. സിറിയസിന് കിട്ടിയിട്ടുള്ള മാർക്ക് 50 മാർക്കാണ്. ലൈറയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 80 മാർക്ക്, 80. അപ്പോൾ സന്തോഷം. വളരെ ഗംഭീരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഞാൻ നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാം. മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. അങ്കിൾ ആദ്യം കണ്ട മാജിക് ഏതെന്ന് പറയാം. മുന്നേ ഞാൻ ആദ്യം കണ്ട മാജിക് എന്ന് പറയുന്നത്, ഞാൻ മാജിക്കിനോട് 5 വയസ്സിൽ തുടങ്ങിയ പ്രണയമാണ്. അന്ന് പ്രണയം എന്ന് പറഞ്ഞുകൂടാ, ഇഷ്ടം. കുറച്ച് വലുതാകുമ്പോഴാണല്ലോ നമുക്ക് പ്രണയമൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ആദ്യം മാജിക്കിനോട് വല്ലാത്ത ഇഷ്ടം തോന്നി, മാജിക്ക് പഠിക്കാൻ തോന്നി. അങ്ങനെ 10ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് മാജിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആർക്കെ മലയത്ത് എന്ന് പറയുന്ന ഒരു ഗുരുനാഥനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലുകയാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് പേടിച്ച് പറിച്ചാൽ പോകുന്നത്, കാരണം മാജിക്കാരനല്ലേ. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത്, ജനൽപ്പഴുതിലൂടെ നോക്കുന്ന സമയത്ത് അദ്ദേഹം മാജിക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മാജിക്കിന് എപ്പോഴും വേണ്ടത് പ്രാക്ടീസാണ്. എന്ത് മാജിക്കാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡക്ക് കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു പെട്ടി ഷീറ്റുണ്ടായിരുന്നു. ആ ചീട്ട് പെട്ടിക്കകത്ത് നിന്ന് അദ്ദേഹം 1, 2, 3, 4, 5, 6 കാർഡ് ഇങ്ങനെ എണ്ണി. ഞാൻ സ്നിഗ്ധ നോക്കുന്ന പോലെ വളരെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കാണുന്നത് എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 6 കാർഡ്, 1, 2, 3, 4, 5, 6. ഈ 6 കാർഡ് അദ്ദേഹം കയ്യിൽ വെച്ചതിന് ശേഷം അതിനകത്ത് 1, 2, 3 കാർഡ് താഴേക്ക്. സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു ബാക്കി 3 കാർഡ് ഉണ്ടാവും. പക്ഷേ അദ്ദേഹം കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 1, 2, 3, 4, 5, 6. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉടനെ തന്നെ എന്തെന്ന് അറിയാമോ, തൊട്ടടുത്തപ്പുറത്തൊരു വേറെ ജനലുണ്ട്. ആ ജനലിനുള്ളിൽ കൂടെ പോയിട്ട് വീണ്ടും നോക്കി. കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1, 2, 3, 4, 5, 6 കാർഡുണ്ട്. ഈ 6 കാർഡിനകത്ത് കൂളായിട്ട് അദ്ദേഹം 3 കാർഡ് താഴേക്കിടുന്നു. സ്വാഭാവികമായിട്ട് 3 അല്ലേ വേണ്ടത്. നോക്കുന്ന സമയത്ത് അതിനകത്ത് 1, 2, 3, 4, 5, 6. എനിക്കൊരു പിടിയും കിട്ടിയില്ല. സത്യം പറയാം, ഇപ്പോഴിതിൻ്റെ രഹസ്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ധൈര്യമായിട്ട് അകത്തേക്ക് കയറിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തായി കാണിക്കുന്നേ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്നുമില്ല, ഇതിനകത്ത് 1, 2, 3, 4, 5, 6 കാർഡുണ്ട്. അതിനകത്ത് നിന്ന് ഞാൻ 1, 2, 3 കാർഡ് താഴേക്കിടുന്നു. വളരെ കൂളാണ്. ബാക്കി നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6.
ഷോ, എനിക്ക് സത്യം പറഞ്ഞ ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ കാർഡ് മേടിച്ചതിന് ശേഷം ഞാൻ കൗണ്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കൗണ്ട് ചെയ്ത സമയത്ത് അതിനകത്ത് 1, 2, 3, 4, 5, 6 കാർഡുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് കാർഡ് തിരിച്ചു മേടിച്ചു. എന്നിട്ട് അദ്ദേഹം വളരെ കൂളായിട്ട് 3 കാർഡ് താഴേക്ക് ഇട്ടു. വീണ്ടും ഞാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം കൗണ്ട് ചെയ്യുന്നു 1, 2, 3, 4, 5, 6. സത്യം പറഞ്ഞാൽ ഈ മാജിക്കിൻ്റെ രഹസ്യം ഇപ്പോഴും അറിഞ്ഞുകൂടെ എനിക്ക്? ഇനിയും കാണണോ? ഒന്നുമില്ല ഇതിനകത്ത്. 1, 2, 3 കാർഡ് താഴേക്ക് ഇട്ടു. നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6. എത്ര കൗണ്ട് ചെയ്താലും ഇങ്ങനെ വരും. ഇപ്പോഴും രഹസ്യം അറിയില്ല. നീ നമ്മുടെ രഹസ്യമൊക്കെ പഠിച്ചിട്ട് പിന്നീട് ഒരിക്കൽ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ പെർഫോം ചെയ്യാം കേട്ടോ. ഓരോ ദിവസവും നമുക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരുപാട് വിഷമം. പക്ഷേ പ്രതീക്ഷ എന്ന് പറയുന്നത് നാളെ കാണാം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ കാര്യവും. അവരും നിങ്ങളുമായിട്ട് ഒരുപാട് അടുത്തു, ഒരുപാട് സ്നേഹത്തോടു കൂടി, ഒരുപാട് വാത്സല്യത്തോടു കൂടി നമ്മുടെ പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് നാളെ നമ്മളെ വീണ്ടും കാണാം എന്നുള്ളതാണ്. ആ ശുഭ പ്രതീക്ഷയോടുകൂടി പുതിയ വിസ്മയങ്ങളുമായി, പുതിയ വിജ്ഞാന ശാഖകളുമായി വീണ്ടും ഞങ്ങൾ വരും. അതുവരെ തൽക്കാലം ഗുഡ് ബൈ.